നിങ്ങൾ ചിന്തിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് അർ-റൂഹ്. റൂഹ് എന്ന് പറഞ്ഞാൽ ജീവൻ, ആത്മാവ്. അതില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ, എല്ലാറ്റിനും ആവശ്യമുള്ള ഒന്ന്. ഖുർആനിൽ ഒരിടത്ത് അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അർ-റൂഹ് എന്ന വാക്കുപയോഗിച്ചാണ്. കേട്ടോളൂ. യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദി. അല്ലാഹു പറയുന്നു യുനസ്സിലുൽ മലായികത ബിർറൂഹ്. ആത്മാവുമായി മലക്കുകളെ അല്ലാഹു തആല അയക്കുന്നു. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് അല്ലാഹു തആല മലക്കുകളെ അയക്കുന്നു. മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദി. അവന്റെ അടിമകളിൽ നിന്ന് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവരുടെ മേലിൽ, അതായത് നബിമാരുടെ മേലിൽ അല്ലാഹു തആല അയക്കുന്നത് ബിർറൂഹ്, ജീവൻ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. അൻസിറു. ഇനി അവർ പറയേണ്ടത് എന്താണ്? അവർ ലോകത്തിന്റെ മുമ്പിൽ വിളംബരം ചെയ്യേണ്ടത് എന്താണ്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാണ് ആ പ്രവാചകന്മാർക്ക് അർ-റൂഹ് അല്ലാഹു തആല നൽകുന്നത്. വേറെ ഒരിടത്ത് അല്ലാഹു പറയുന്നത് നോക്കൂ, അൽ ഉർവത്തുൽ ഉസ്ഖാ. ഖുർആൻ ഓതുന്നവരായിരിക്കുമല്ലോ റമദാനിലൊക്കെ, അപ്പൊ നിങ്ങൾ കാണുന്ന ഒരു വാക്കായിരിക്കും അൽ ഉർവത്തുൽ ഉസ്ഖാ. അതിന്റെ അർത്ഥം നല്ല ഉറപ്പുള്ള കയർ എന്നതാണ്. ആയത്തിങ്ങനെ ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലൻ ഫിസാമ ലഹാ. ആരെങ്കിലും പിശാചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുകയും വയുമിൻ ബില്ലാഹ് അല്ലാഹുവിനെ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവൻ നല്ല ഉറപ്പുള്ള കയറിനെയാണ് അവൻ പിടിച്ചിട്ടുള്ളത്. ആ ഉറപ്പുള്ള കയർ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ്. ഒരുപാട് പറയുന്നുണ്ട്, തഫ്സീറുകളിൽ കാണാൻ കഴിയും. വേറെ ഒന്നാണ് അൽ ഹുസ്നാ. ഫഅമ്മാ മൻ അഅ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ സഹചാരിയായിരുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് നൂറുകണക്കിന് ദീനാറുകൾ കൊടുത്ത് മോചിപ്പിക്കുന്നത്. അദ്ദേഹം ജീവൻ അവസാനിക്കാറായി എന്ന ഘട്ടത്തിലാണ് ഉമയ്യത്ത് പറഞ്ഞു, അബൂബക്കറെ, നീ പണം മാത്രം തന്നാൽ പോരാ, നിന്റെ അടുക്കലുണ്ടല്ലോ സുന്ദരനായ ഒരടിമ. ആ അടിമയെയും അടിമയുടെ ഭാര്യയെയും മകനെയും എനിക്ക് നീ നൽകണം, എന്നാലേ ബിലാലിനെ ഞാൻ നൽകുകയുള്ളൂ. സിദ്ദീഖ് തങ്ങൾ സമ്മതിച്ചു. കാരണം അങ്ങനെയുള്ള മനുഷ്യനാണല്ലോ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കുന്നയാളാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ സമ്മതിച്ചിട്ട് ബിലാലിനെ വാങ്ങുകയാണ്. ആളുകൾ പറഞ്ഞു, അബൂബക്കറും അപ്രകാരം ബിലാലും തമ്മിൽ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്, എന്തോ രഹസ്യം അബൂബക്കറിന്റേതായി ബിലാലിന്റെ അടുക്കലുണ്ട്. അല്ലാതെ ഇത്രയും വലിയ ഒരു ത്യാഗത്തിന് ഒരിക്കലും ബിലാലിന് വേണ്ടി അബൂബക്കർ തയ്യാറാവില്ല. അല്ലാഹ് അതിനെ കുറിച്ച് പറഞ്ഞതാണ്, മൻ അഅ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫഅമ്മാ മൻ അഅ്താ. ഇയാൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ നൽകുന്നത്? വത്തഖാ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നൽകുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നൽകുകയാണ്, തഖ്വയോടുകൂടെ നൽകുകയാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന ആയത്ത് കൂടെ ചേർത്തിയിട്ടാണ് പണ്ഡിതന്മാര് പറയുന്നത്, പ്രവാചകന്മാര് കഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തയാൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്.
എന്തൊരു നിശബ്ദത! എല്ലാവരും ഒന്ന് പറയൂ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറക്കെ തന്നെ പറഞ്ഞോളൂ. അവരൊക്കെയാണല്ലോ ഈ ശാന്തിയുടെ മന്ത്രത്തെ നമുക്ക് എത്തിച്ചത്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഅമ്മാ മൻ അഅതാ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്നാ. ഇവർ കൊടുക്കാൻ കാരണം പ്രത്യേക അജണ്ടയൊന്നും അവർക്കിടയിലില്ല. അവരുടെ ഇടയിൽ ഒരു ബന്ധമുണ്ട്, അത് ബിൽ ഹുസ്നാ, ഏറ്റവും നല്ല വാക്യം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെ അവർ സത്യമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഫസനുയസ്സിറുഹു ലിൽ യുസ്രാ, അവർക്ക് നാം സ്വർഗത്തിലേക്കുള്ള വഴിയെ എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു തആല പറയുകയാണ്. ഇത് പറഞ്ഞു ഒടുവിൽ നമ്മൾ മോഹിക്കേണ്ടത് അത് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറയാനാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നന്നായിട്ട് പറയൂ, അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനിൽ നിരന്തരം നമ്മൾ പറയുന്നുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതെവിടെ പറഞ്ഞോ അവർക്കൊക്കെ രക്ഷയാണ്. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം ഖുർആൻ പറയുന്നുണ്ട്, വിളിച്ചു റബ്ബനാ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ഒരു ഇലാഹ് വേറല്ല റബ്ബേ. അതെങ്ങാനും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അന്ത്യദിനം വരെ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെയാകുമായിരുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് പറഞ്ഞു മരിക്കാൻ അവസാന നിമിഷം നമുക്ക് സാധ്യമാകണം. റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തിയില്ലേ, ഇന്നി ലഅലമു കലിമതൻ ലാ യഖൂലുഹാ അബ്ദുൻ ഹഖ്ഖൻ മിൻ ഖൽബിഹി ഫയമൂതു അലാ ദാലിക്. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, ആ ഉറപ്പിക്കലാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. ഉറപ്പിക്കൽ, ആവർത്തിച്ച് ഞാൻ പറയാണ്, ആ ഉറപ്പിക്കലാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. മൂസാ നബിയുടെ അടുക്കൽ ഒരു പെണ്ണ് വന്നു. മൂസാ നബിയെ, ഇന്നി അഖീം, ഞാനൊരു മച്ചിയായ പെണ്ണാണ്, എനിക്ക് കുഞ്ഞില്ല. അങ്ങ് അള്ളാഹുവിനോട് സംസാരിക്കുന്നയാളാണല്ലോ, റബ്ബിനോട് പറഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞിനെ തരാൻ ദുആ ചെയ്യണം. ഒരു സ്വാലിഹായ പെണ്ണാണ്. അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബേ ഈ പെണ്ണിന് നീ കുഞ്ഞിനെ നൽകണമേ, സന്താനത്തെ നൽകണമേ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, മൂസാ നബിയെ, എങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെ നൽകുക? കാരണം ഞാൻ ആ പെണ്ണിനെ കുറിച്ച് തീരുമാനിച്ചിട്ടുള്ളത് അന്നഹാ അഖീം, അവൾ മച്ചിയാണ്, അവൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്നതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് രണ്ടാമതും പെണ്ണ് പറഞ്ഞു. അള്ളാനോട് പറഞ്ഞപ്പോ അള്ള വീണ്ടും ഇങ്ങനെ മറുപടി പറഞ്ഞു. മൂന്നാമതും പറഞ്ഞു, രക്ഷയില്ല. പിന്നെ ഒരിക്കൽ മൂസാ നബിയുടെ അടുക്കലേക്ക് ഈ പെണ്ണ് കടന്നു വരുമ്പോ ഫഇദാ ഹിയ ഹുബ്ലാ, ആ പെണ്ണ് ഗർഭിണിയായിരുന്നു. അള്ളാനോട് ചോദിച്ചു, റബ്ബേ നീ എന്താണ് എന്നോട് പറഞ്ഞിരുന്നല്ലോ മച്ചിയാണ് ഈ പെണ്ണെന്ന്, എന്നിട്ടെന്തേ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നു? അല്ലാഹുവേ, എന്താണ് ഇതിന്റെ കാരണം? അല്ലാഹു മൂസാ നബിയോട് പറയുകയാണ്, മൂസാ, എപ്പോഴൊക്കെ ഞാൻ ആ പെണ്ണ് മച്ചിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, അതെപ്പോഴൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ, ആ പെണ്ണ് എന്നെ വിളിച്ചു, മൂസാ യാ റഹീം കുല്ലമാ അന കതബ്തുഹു അന്നഹാ അഖീമുൻ
ഞാൻ എപ്പോഴൊക്കെ അവൾ ഹക്കീമാണെന്ന് രേഖപ്പെടുത്തിയോ അപ്പോഴൊക്കെ അവൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് യാ റഹീം യാ റഹീം. അവളുടെ ഹൃദയത്തിന്റെ വിശുദ്ധി കൊണ്ട്, ആ ഹൃദയത്തിന്റെ ശക്തി കൊണ്ട് ഞാനിതാ അവൾക്ക് കുഞ്ഞിനെ നൽകുകയാണ്. വസബഖത് റഹ്മതി ഖുദ്റതി, എന്റെ തീരുമാനത്തെ, എന്റെ കാരുണ്യം അവൾക്ക് വേണ്ടി മാറ്റിയതാണെന്ന് ഹബീബായ ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്. മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മളൊക്കെ വാഴ്ന്നു കേൾക്കുമ്പോഴും ഇതുപോലുള്ള സദസ്സിലിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കാൻ എനിക്ക് സാധ്യമാവണം, എനിക്ക് കഴിയണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാറുണ്ടോ? വളരെ ഗൗരവത്തോടെ ഈ വാക്യത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കിടയിൽ ചർച്ചയാണ്. നോമ്പ്, അതിനെക്കുറിച്ചൊരു വാഴ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ടൊരു വാഴ് പറഞ്ഞു തരും. കാരണം കേട്ട് 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 അത്രയും കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരവും സകാത്തും ഹജ്ജും എല്ലാം, എല്ലാ നിസ്സാരമായ വാക്യങ്ങളിൽ വരെ, ദുആകളിൽ വരെ, ഇത് സംഭവം നമ്മുടെ ഇടയിൽ എല്ലാ വിഷയങ്ങളുമായും ബന്ധപ്പെട്ടതാണെങ്കിലും ഇതൊരു വിശാലമായ ഓർമ്മയായി, ഇതൊരടിസ്ഥാന വിശ്വാസമായി അല്ലാഹുവേ മല്ലാദ ബിൽ മലിക്കിൽ ജലീലി കഫാഹു, അല്ലാഹുവേ നിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ വരുന്നത്. നീയല്ലാതെ ഞങ്ങൾക്കൊരു റബ്ബില്ല അല്ലാ, നീയല്ലാതെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല റബ്ബേ. ലുദ്ബിൽ ഇലാഹി വലാ തലുദ് ബിസിവാഹു മല്ലാദ ബിൽ മലിക്കിൽ ജലീലി കഫാഹു. അല്ലാഹുവേ നിന്നിലാണ് ഞങ്ങൾ അഭയം പ്രാപിക്കുന്നത് റബ്ബേ, നീയല്ലാതെ ഒരാളും ഞങ്ങൾക്കില്ല റബ്ബേ. എല്ലാം നൽകിയവൻ നീയാണ്, നിന്നെ കുറിച്ച് ആലോചിക്കാനുള്ള ഹൃദയം പോലും നൽകിയത് അല്ലാഹുവേ നീയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീയല്ലാതെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല. ഞങ്ങളുടെ മനസ്സിന്റെ വസന്തമാണ് റബ്ബേ നിന്റെ വിചാരം, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വെളിച്ചമാണ് അല്ലാഹുവേ നിന്റെ ഓർമ്മ. യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നദാഹു മുൽതറുൻ അജാബ ദുആഹു. ആ അല്ലാഹു തആല എല്ലാം നമുക്ക് നൽകി അല്ലാഹു തആല അവനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ സ്നേഹത്തിന്റെ വിശാലതയിലേക്ക് ലയിച്ചു ചേരാൻ നമുക്ക് സാധ്യമാകണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലാഹുവിനെ സ്നേഹിക്കാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ, അല്ലാഹുവിനെ ഭയക്കാൻ, അല്ലാഹുവിൽ പ്രതീക്ഷിക്കാൻ, എല്ലാറ്റിനും നമുക്കുള്ള വാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്ന് ഷഹാദത്താണ്, ഈമാൻ കാര്യങ്ങളിൽ ഒന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇതില്ലാത്ത ഒന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളമില്ല. അല്ലാഹുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശക്തമായ വിശ്വാസം ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹ്. ആമനർ റസൂൽ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനം. ഇൻഷാ അല്ലാഹ് റമളാനാണല്ലോ, ഇതൊക്കെ നിരന്തരമായിട്ട് ഓതിക്കൊണ്ടേയിരിക്കണം. ആമനർ റസൂൽ സൂറത്തുൽ ബഖറ തന്നെ ഖുർആനിന്റെ ഏറ്റവും ശക്തമായ ഒരു സൂറത്താണ്, ഏറ്റവും വലിയ സൂറത്താണ്. ഓതുക സഹോദരിമാരെ, ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്, ഈ ഖുർആൻ റമളാനിൽ നിരന്തരമായിട്ട് ഓതുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏറ്റവും വലിയ നിദർശനം, അതിന്റെ പ്രതീകം അതുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഈ പരിശുദ്ധ ഖുർആനാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയല്ല, ഓതിക്കൊണ്ടിരിക്കുക. ആമനർ റസൂൽ, അല്ലാഹു പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഇറങ്ങിയിട്ടുള്ള വിശുദ്ധ വചനങ്ങളെ കുറിച്ച് അവിടുന്ന് വിശ്വസിച്ചിരിക്കുന്നു.
വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹ്. എല്ലാ വിശ്വാസികളും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ്. എല്ലാ വിശ്വാസികളും അതവർക്ക് വരുത്തിയ മാറ്റങ്ങൾ എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാറ്റങ്ങളാണ്. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, നബിയുടെ ജീവിതത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടുകൾ എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുത്തിയ മാറ്റങ്ങളാണ്. നോക്കിയാൽ തന്നെ പേടിയാകുമായിരുന്ന, ഒരിക്കലും നബിയെ ഇഷ്ടമല്ലാതിരുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും വലിയ മാറ്റം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുത്തിയ മാറ്റങ്ങളാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു മാതൃക, പ്രിയപ്പെട്ടവരെ, എങ്ങനെ നമുക്ക് കിട്ടാനാണ്? എന്തെല്ലാം മാതൃകകൾ! എല്ലാറ്റിന്റെയും ഉത്തരമൊന്നാണ്. അവർ ഈ വചനത്തെ മനസ്സോട് ചേർത്തിരുന്നു. അവലുമൻ ആമന ബി അബൂബക്കർ, അവലുമൻ ആമന ബി അബൂബക്കർ, അവലുമൻ സ്വദ്ദഖനി അബൂബക്കർ. എന്നെ ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇതിനു വേണ്ടി എന്തും ചെയ്യും. ഇത് തന്നെ മനസ്സിൽ എപ്പോഴും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്ന് ഈ സത്യസാക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കും. അതുകൊണ്ടല്ലേ വലിയ മാതൃക. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലത്ത്, അദ്ദേഹം നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും ഇദ്ദേഹത്തെ ഇങ്ങനെ ശ്രദ്ധിക്കും. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആള് സ്ഥലത്തില്ല. സുബ്ഹ് കഴിഞ്ഞാൽ ഖലീഫ എവിടേക്കോ പോകുന്നു. ഒന്ന് വർത്തമാനം പറയാൻ നോക്കുമ്പോ ആള് സ്ഥലത്തില്ല. എന്ത് ചെയ്യാനാ? ചിന്തിക്കണം നിങ്ങൾ. വിശ്വാസവും ആദർശവും ഒക്കെ ഒരൽപ്പം സ്ഥാനത്തേക്ക് ഞാനും നിങ്ങളും എത്തുമ്പോ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുള്ളത്. അവിടെ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവില്ല, ദീനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്ത് സംസ്കാരാണെങ്കിലും ശരി, അത് സ്വീകരിക്കാൻ തയ്യാറാകും. ഭരണീയരും ഭരണകർത്താക്കളും, ഞാൻ അതിലേക്ക് കടക്കുകയല്ല, സൂചിപ്പിക്കുന്നു മാത്രം. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നാട് ഭരിച്ചിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നു. എവിടേക്കാണ് ഇദ്ദേഹം എല്ലാ ദിവസവും പോകുന്നത്? ഒന്ന് പിന്തുടർന്ന് നോക്കാം, ആളെ കണ്ടു കിട്ടിയാലോ. അങ്ങനെ പിന്നാലെ പോയി ഒരുപാട് സഞ്ചരിച്ചപ്പോഴുണ്ട് മദീനയുടെ ഒരു അതിർത്തിയിൽ ഒരു കൊച്ചു കുടിലിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി, എങ്ങോട്ടാ അദ്ദേഹം പോകുന്നത്? ഒരു വീട്ടിലേക്കോ ഈ സമയത്തോ? എന്താ കാര്യം? കുറച്ചു കഴിഞ്ഞു, സൂര്യനൊക്കെ ഉദിച്ചു. അബൂബക്കർ തങ്ങളെ പിറകിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങ് ചെന്നു ആ കുടിലിലേക്ക്, ഖൈമയിലേക്ക് അദ്ദേഹം ഇങ്ങനെ ചെന്നപ്പോഴോ ഫഇദാ ഹിയ ഇംറഅത്തുൻ അജൂസ, അവിടെയുണ്ട് വൃദ്ധയായ ഒരു പെണ്ണ്, വൃദ്ധയായ ഒരു വയോവൃദ്ധ, അമ്യാ, കണ്ണിന് കാഴ്ചയുമില്ല, അസീറ, വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന, ഒരു രക്ഷയുമില്ലാത്ത ഒരു പെണ്ണവിടെയുണ്ട്. ആ പെണ്ണിങ്ങനെ കട്ടിലിൽ കിടക്കുന്നു. വഇൻദഹാ തിഫ്ലാൻ, രണ്ട് കുട്ടികൾ ആ കട്ടിലിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചെന്നു, എന്നിട്ട് ചോദിച്ചു, സ്ത്രീ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ആ പെണ്ണ് കട്ടിലിൽ കിടന്നു പറയാൻ തുടങ്ങി, ഞാൻ ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, എനിക്ക് ഭർത്താവില്ല, പിതാവില്ല, ലാ ഇലലനാ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു അഭയവും ഞങ്ങൾക്കില്ല, ഒരാളും ഞങ്ങൾക്ക് സഹായിക്കാനില്ല. ഇവിടെ ഈ കുട്ടികളാണെങ്കിൽ അനാഥരാണ്, നോക്കാൻ ആരുമില്ല. ഇവിടെ ആരാ വന്നത്? നിന്റെ അടുക്കലേക്ക് വന്ന ആ വ്യക്തി ആരാണ്? എനിക്കറിയില്ല. ഈ പെണ്ണ് പറയാണ്, ആരാന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും ഈ സമയത്തിന്റെ അടുക്കൽ വരും.
വന്നിട്ട് എന്നെ പരിപാലിക്കും, എന്റെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കും, എന്റെ വീടടിച്ചു വാരും, എനിക്ക് ഭക്ഷണം ഒരുക്കിത്തരും, എനിക്ക് ഭക്ഷണം വിളമ്പിത്തരും, പകലിൽ കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഒരുക്കി വെക്കും. എന്നിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് ആ മനുഷ്യൻ എന്നിൽ നിന്ന് പോവുകയും ചെയ്യും. ഉമർ അത് കേട്ടപ്പോ എങ്ങലടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. യാ ഖലീഫത്തുൽ മുസ്ലിമീൻ നിങ്ങളുടെ ശേഷം ഖലീഫമാരായി വരുന്നവർക്കൊക്കെ വലിയ ക്ഷീണമാണല്ലോ ഖലീഫ അങ്ങ് ചെയ്തതെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ ഭരണതലത്തിൽ മാറ്റം വരുത്തിയതാ. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ചോദിപ്പിച്ചത്. അലസ്നാ അലൽ ഹഖ് യാ റസൂലല്ലാഹ്, നമ്മൾ സത്യത്തിന്റെ മേലിലല്ലേ നബിയേ? മുസ്ലിമായ ഉടനെ ചോദിച്ച ചോദ്യാണ്. നമ്മൾ ഈ പറയുന്നതൊക്കെ സത്യമല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ പറഞ്ഞു, വിശ്വസിച്ചു, ഈമാൻ ഉണ്ടായി. നമ്മൾ പറഞ്ഞത് സത്യമല്ലേ? അതേ ഉമറേ. പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് നബിയേ? ചാടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അത് ചൊല്ലിയിട്ട് കഅബ ശരീഫ് വരെ ദാറുൽ അർഖമിൽ നിന്ന് വലിയ ഒരു ജാഥ നടത്താൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് സാധ്യമാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമ്മുടെ മനസ്സിൽ ഈ വാക്ക് അങ്ങ് അടിയുറപ്പിച്ച് നൽകുമാറാകട്ടെ. ഇനി ഞാൻ പറയുന്നത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ആരാണ് എന്നതാണ് നമ്മുടെ ചിന്ത. ആരായിരിക്കും അത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ആദ്യമായിട്ട് മനുഷ്യരൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് വല്ലാത്തൊരു ചിന്തയാണ്. അഭിമാനിക്കണം നമ്മൾ. ഇത് ചെറിയ വാക്യമല്ല, ഇതൊരു സിമ്പിളായ കാര്യമല്ല. ഇത് നമുക്കിടയിലുള്ള വൈവിധ്യമാർന്ന വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്ന ആളുകൾ വിശ്വസിക്കുന്നത് പോലെയുള്ള ഒന്ന് അതല്ലേ അല്ല, അതല്ലേ അല്ല. അഭിമാനത്തോടെ അന്തസ്സോടെ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, മനസ്സിന്റെ ഉള്ളിൽ ഈ പ്രകാശമാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ഇത് പറയുന്നത് ആരാണെന്നറിയാമോ? അല്ലാഹ്. അവൻ തന്നെയാണ്, അവൻ തന്നെയാണ്. അതല്ലേ? അതത്ഭുതമല്ലേ? അതത്ഭുതമല്ലേ? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അല്ലാഹു തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. മുഴുവൻ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളും നേരിട്ടറിയാവുന്ന, അഖില ചരാചരങ്ങളെയും തുറന്നു വീക്ഷിക്കുന്ന, ആകാശഭൂമികളിലെ യാതൊരവസ്ഥയും ഗോപ്യമായിട്ടില്ലാത്ത, ദൃഷ്ടിഗോപ്യമല്ലാത്ത അല്ലാഹുവിന്റെ സാക്ഷ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി അതിവിടെ മറ്റുള്ളവർ പറയണം. അതിനു വേണ്ടിയാണ് ഫഖലഖതുൽ ഖലായിഖ്. ചിന്തിക്കണം, അല്ലാഹു തആല ഈ ഖലായിഖിനെ പടച്ചിട്ടുള്ളത്, സൃഷ്ടിലോകത്തിന്റെ ലക്ഷ്യം എല്ലാവരും ഈ മുദ്രാവാക്യം മുഴക്കണം. അതാണ് വഹുവൽ ഹഫീദു ലനാ വലൈസ യഊദുഹു ഫി അർളിഹി ഹിഫ്ളുൻ വലാ ബിസമാഹു. അതിനാണ് അല്ലാഹു ഈ ആകാശഭൂമികളെ കാത്തു സൂക്ഷിക്കുന്നത്. മുഅ്മിനേ, അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഉറക്കാമീൻ പറയൂ. അല്ലാഹു അവനെ കുറിച്ചുള്ള ഹൃദയത്തിൽ അറിവ് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരാളെ കൂടുതൽ അറിഞ്ഞിട്ട് സ്നേഹിക്കുമ്പോഴാണല്ലോ ആ സ്നേഹം നമുക്ക് ഇങ്ങോട്ടും കിട്ടുക. സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ കിട്ടുമല്ലോ. മൻ തഖറബ ഇലയ്യ ബിതാഅതി. എനിക്ക് ആരെങ്കിലും
വഴിപ്പെട്ടിട്ട് എന്നിലേക്ക് അടുത്താൽ തഖറബ്തു ഇലൈഹി ബിറഹ്മതി, എന്റെ കാരുണ്യം കൊണ്ട് ഞാൻ അവനിലേക്കും അടുക്കുമെന്ന് അല്ലാഹു പറയുന്നതായി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല എല്ലാറ്റിനും പടച്ചതും ഈ മുദ്രാവാക്യം പ്രഖ്യാപിക്കുവാനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവനല്ലാതെ ആർക്കാണത് അവകാശപ്പെടാൻ കഴിയുക? അവനാരാണ്? അല്ലദീ ഖലഖ്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഒരു അഡ്രസ്. അല്ലാഹ് ആരാണെന്ന് ചോദിച്ചാൽ കുറെ മറുപടികളുണ്ട് നമുക്ക്. അല്ലാഹ് ആദ്യമായി ലോകത്തിന്റെ മുമ്പിൽ അവനെ പരിചയപ്പെടുത്തുന്നത് എന്താ? അല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതാണ് അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹു തആല അൽ ഖാലിഖ്. അത് നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഇല്ല. നാസ്തികന്മാരുണ്ട് ഇവിടെ, നിരീശ്വരവാദികളുണ്ട്, അവർക്കൊക്കെ അവരാണ്. വിഡ്ഢിത്തമല്ലേ അത്? വിഡ്ഢിത്തമല്ലാതെ മറ്റെന്താണത്? യുക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ അളക്കുക, അവരുടെ ഹൃദയം കൊണ്ട്, അവരുടെ തലച്ചോറ് കൊണ്ട് ഇതിന്റെ സൃഷ്ടാവില്ല എന്ന് കണ്ടെത്തുക, അതല്ലാതെ മറ്റെന്താണ് വിഡ്ഢിത്തം? ഏതൊരാളും അവന്റെ ചിന്തയെ, അവന്റെ യുക്തിയെ നേർമാർഗത്തിലേക്ക് കൊണ്ടുപോയാൽ അവിടുന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് നമുക്ക് അല്ലാഹു തആല നൽകിയ ഈ അഭൗമമായ വാക്യം. അല്ലാഹ് തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ. സൂറത്തുൽ അൻആമിന്റെ 1-ാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹില്ലദീ. സൂറത്തുൽ അൻആം 1-ാമത്തെ വാക്ക്, 1-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള് وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചോ? അതിന്റെ തുടക്കം എന്താണ്? അൽഹംദുലില്ലാഹ് അല്ലേ? ആരാണ് ഈ അൽഹംദുലില്ലാഹ് പറയുന്നത്? അല്ലാഹ് തന്നെ. അല്ലാഹ് തന്നെ പറയുകയാണ്. ഖുർആനിലെ 5 സൂറത്തുകളുടെ തുടക്കത്തിൽ അൽഹംദുലില്ലയുണ്ട്. ആ അൽഹംദുലില്ല കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ ഏറ്റവും പൂർണ്ണമായ എല്ലാ സ്തുതികളെയും ഉൾക്കൊള്ളിക്കുന്ന സൂറത്താണ് ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ. ഇനിയുണ്ട് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അങ്ങനെ ഒരുപാട് 5 സൂറത്തുകളുണ്ട്. അല്ലാഹ് ഇവിടെ പറയുന്ന ആ കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഹംദ് എന്ന് പറഞ്ഞാൽ ഒരാള് നല്ലൊരു കാര്യം ചെയ്താൽ അതിനുള്ള ഒരു പ്രശംസ നൽകലാണ് ഹംദ്. ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് അസ്സനാഉ ബിൽ ജമീൽ, ഏറ്റവും നല്ല ഒരു പ്രശംസ ഞാൻ നടത്തുക, അതാണ് ഹംദ്. നിങ്ങൾ ചിന്തിക്കണേ, ഇവിടെ അല്ലാഹു തആല അവനെ തന്നെ സ്തുതിച്ചിരിക്കുകയാണ്. എവിടെയൊക്കെ ഹംദ് പറയുന്നുണ്ടോ അവനെ തന്നെ സ്തുതിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ആ സ്തുതിക്കർഹൻ അവനാണെന്ന് ലോകമേ നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. ആരാണവൻ? ആരാണവൻ? ലോകമേ നിങ്ങൾ പഠിക്കണം, മനുഷ്യരെ നിങ്ങൾ ഉൾക്കൊള്ളണം. ഖലഖസ് സമാവാതി വൽ അർള്. അല്ലേ, നോബൽ സമ്മാനം കൊടുക്കാറുണ്ട്. ആർക്ക്? എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, അത് വലിയ കാര്യമാണ് നമുക്കൊക്കെ, അത് കണ്ടെത്തിയ ആളുകൾക്ക്. എന്താ സമ്മാനം? അവർ ലോകത്ത് പ്രശസ്തരാകും, പ്രസിദ്ധരാകും. എന്തെങ്കിലും തിയറികൾ കണ്ടെത്തിയാൽ, സാഹിത്യരംഗത്ത് മികച്ചാൽ, ഇങ്ങനെ ലോകത്ത് നൽകുന്ന സമ്മാനം ചെറിയ നിസ്സാരമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആ സമ്മാനം യഥാർത്ഥത്തിൽ മനുഷ്യർ നൽകേണ്ടത് ആർക്കാണ്? അതാണ് അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്.
ഞാനത് പരാമർശിച്ചു പോകുന്നേ ഉള്ളൂ. ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു വജഅലൽ-ളുലുമാതി വൻ-നൂർ, ഇരുട്ടും പ്രകാശവും നൽകിയ അല്ലാഹു തആല. ഒരിടത്ത് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അല്ല മനുഷ്യരെ, നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് അഹങ്കാരികളായിട്ട് മാറുന്നത്? എന്നെ നിങ്ങൾ എങ്ങനെ ആരാധിക്കാതിരിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നില്ല എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അല്ലാഹു ചോദിക്കുന്നുണ്ട്. അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ സമയം മുഴുവൻ രാവാകണം എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്കിനി മുഴുവൻ പകലാകണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നിങ്ങളെ രക്ഷിക്കാൻ അല്ലാഹുവായ എനിക്കല്ലാതെ കഴിയോ? മുഅ്മിനേ, നിങ്ങൾ ആലോചിക്കുക. അല്ലാഹു ഓരോന്നിനും ആവശ്യാനുസരണം. വല്ലൈലി ഇദാ അസ്അസ്, രാത്രി ഇങ്ങനെ പിൻവാങ്ങും. അത് കഴിയുമ്പോ വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതം പതുക്കെ ഇങ്ങനെ ശ്വാസോച്ഛ്വാസം നടത്തി ഇങ്ങനെ മുന്നോട്ട് വരും. അത്ഭുതങ്ങൾ. ആ അല്ലാഹുവാണ്. അൽഹംദുലില്ലാഹ്. അതുമാത്രമല്ല, ഖുർആനിലുള്ള ഹംദുകൾ പല പ്രവാചകന്മാരുടെയും ഹംദുകളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെയും അതുപോലെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ സ്തുതിച്ചു പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ നമുക്ക് മക്കളെ നൽകുന്നത് അല്ലാഹു തആലയാണ്. നമുക്ക് മോചനം നൽകുന്നത് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ യൂസുഫ് നബി അലൈഹിസ്സലാം സ്തുതിച്ചുവല്ലോ. വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജിൻ. ചരിത്രത്തിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം ആവേശത്തോടെ പറയേണ്ട ആളാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ അത്ര മഹത്വവൽക്കരിച്ച് സംസാരിച്ചയാളാണ് നബിയുല്ലാഹി യൂസുഫ്. എല്ലാരും ഉറക്കെ പറയൂ. ആ സദസ്സിന്റെ പിൻഭാഗം മുതൽ കേൾക്കട്ടെ. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ അടക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ മഹത്വവൽക്കരിച്ചിട്ടുണ്ട് ആളെ. ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, യൂസുഫ് ഇബ്നു യാക്കൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ മകൻ, ഇസ്ഹാഖ് നബിയുടെ മകൻ, യാക്കൂബ് നബിയുടെ മകൻ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. അല്ലാഹുവിനെ സ്തുതിച്ചു. ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് നൽകുന്നെങ്കിൽ അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. നമ്മൾ അല്ലാഹുവിനെ ഓർക്കേണ്ടവരാണ്.